അങ്ങനെ ചേർത്തലേന്ന് പെട്ടിയും കിടക്കയും എടുത്തിറങ്ങിയ ഞാൻ വന്നെത്തിയത് നമ്മുടെ റിമി ടോമിയുടെ സ്വന്തം നാടായ പാലായിലാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, കേട്ടറിവ് മാത്രം പരിചയമുള്ളൊരു ജോലി ചെയ്യാൻ കൗൺസിലറായിട്ട്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാഞ്ഞിട്ടും കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നല്ല സാലറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നാൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആവാം. ദേ ഹോസ്റ്റലിൽ വന്നു. 2 വർഷം വീട്ടിൽ തന്നെ നിന്ന് ജോലിക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ. ഇപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ച് ഓടിയാലോ എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ പറ്റത്തില്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻ എന്നാണ്. റൂമൊക്കെ ഞാൻ ചെറുതായിട്ട് ബെഡ്ഷീറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു. 2 ബോട്ടിൽ ഇതേ വെള്ളമൊക്കെ നിറച്ചു. എനിക്ക് എൻ്റെ പഴയ ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. പക്ഷെ ഞാൻ ഇന്ത്യയിലല്ല വർക്ക് ചെയ്തത്. അവിടെ ഞങ്ങളുടെ ഓഫീസിൽ ബോസിനെ പരിചയമുള്ള ഒരു എക്സ് എംപ്ലോയി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ കഴിഞ്ഞിട്ട് ഡാർക്ക് ഫാൻറ്റസി ഉണ്ടായിരുന്നു, അത് ഓൾമോസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. 7 ഞാൻ കാത്തിരിക്കുകയാണ് ഡിന്നർ കഴിക്കാൻ. ഭക്ഷണത്തിൻ്റെയൊക്കെ വില അറിയില്ല, ഇതെന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്നും നോക്കാം. മോസ്റ്റ് എവൈറ്റഡ് ടൈം എന്നിരിക്കുകയാണ്. പപ്പടമുണ്ട്, മീൻകറിയുണ്ട്, കൂർക്കയുണ്ട്, ചോറുണ്ട്, എന്തോ ഒരു അച്ചാറുണ്ട്. നോക്കാം. ഫസ്റ്റ് ഹോസ്റ്റലിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഫുഡാണ്. മൈ ഗോഡ്, അതൊരു ഡിന്നറാണ്. വിശന്ന് നല്ല ചൂട്, കണ്ണ് തള്ളിയിരിക്കുകയാണ്. വിശന്ന് കണ്ണ് തള്ളിയിരിക്കുകയാണ്. ചിലപ്പോൾ ഫാൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് വോയിസ് കേൾക്കാൻ ചാൻസ് കുറവാണ്. ആൻറ്റിയുടെ മീൻകറിയുള്ള കൂർക്ക മെഴുക്കുവരട്ടിയും കൊള്ളാം. അച്ചാറ് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല നെല്ലിക്ക അച്ചാറും. ഓക്കെ, സൂപ്പർ. ഡിന്നർ കഴിച്ചിട്ട് ഡിന്നർ കഴിച്ചിട്ടാണ്. ബൈ.